Hey everybody, welcome back to the classes. Thank you so much for joining. ഇന്നത്തെ ക്ലാസ്സിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മുടെ ടോട്ടൽ ക്ലാസ് 25 ആണ് അല്ലേ? നമ്മുടെ ചാനലിലെ ഇംഗ്ലീഷ് ക്ലാസ് 25 ആണ്. ജനറൽ ഇംഗ്ലീഷ് 10 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് കണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് താഴെ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് എടുക്കാനുള്ള ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചില എക്സസൈസസ് തന്നിട്ടുണ്ടായിരിക്കും. അത് ട്രാൻസ്ലേഷൻ എക്സസൈസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ പിന്നെ തെറ്റായ ഇംഗ്ലീഷ് സെൻറ്റൻസസ് കറക്റ്റ് ചെയ്ത് നോക്കേണ്ട ഒക്കെ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രം വെച്ച് ചെയ്ത് നോക്കാവുന്ന കുറച്ച് ടാസ്കുകളായിരിക്കും. അതടങ്ങുന്ന ആ ടാസ്ക് ഷീറ്റ് പ്ലസ് നോട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വീഡിയോ മുഴുവനായിട്ട് കാണുക. താഴെ നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പിന്നെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അതാവാം. ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് താഴെ ഇടുക. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില സ്ട്രക്ചേഴ്സ് ആണ് നോക്കുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രത്യേക സ്ട്രക്ചറുകളെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ആക്കാം, എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇനി മുതൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. സോ ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത്. സോ അത് ശ്രദ്ധിച്ച് കാണുക, നന്നായിട്ട് മനസ്സിലാക്കുക. ബേസിക് ലെവൽ ലേണേഴ്സ് ഒരിക്കലും ഈ ക്ലാസ് മിസ് ചെയ്യരുത്. ഓക്കെ, സോ നമ്മൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് ഒന്ന് ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ് അല്ലേ? ബേസ് ഫോം ഓഫ് ദി വേർബും അതിൻ്റെ ഡിഫറെൻറ്റ് യൂസേജസും നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് പഠിച്ചു, അതിൻ്റെ യൂസേജ് എന്താണെന്ന് പഠിച്ചു. കൂടാതെ നമ്മൾ ബേസ് ഫോമിനെയും പാസ്റ്റ് ഫോമിനെയും മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചില സിറ്റുവേഷൻസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അല്ലേ? 2 പെയർ ഓഫ് സെൻറ്റൻസസ് തന്നിട്ട് അതിൽ ഏതാണ് ബേസ് ഫോമിൽ പറയേണ്ടത്, ഏതാണ് പാസ്റ്റ് ഫോമിൽ പറയേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതിനെ പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 5 ഡിഫറെൻറ്റ് ഫോംസിലേക്ക്, അതായത് നെഗറ്റീവ്, 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെയൊക്കെ ഫോമിലേക്ക് മാറ്റാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചു. നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതല്ല, ഇതൊരു കോഴ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് കോഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. സോ ജനറൽ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും എന്ത് ചെയ്യുക? ആ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ, ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന ആളുകളൊക്കെ തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന മലയാളത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു മലയാളം സെൻറ്റൻസ് എഴുതാം. അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നെഴുതി എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊരു സെൻറ്റൻസ്, അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. സോ ഇതുപോലത്തെ എന്തെങ്കിലും, അവൻ കുളിക്കുകയാണ്, അവൻ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഉറങ്ങുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ സ്ട്രക്ചറാണ് അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇനി ഇതിനെ തന്നെ ഞാൻ വേറൊരു രൂപത്തിൽ എഴുതുകയാണ്. അവൻ 2 മണിക്കൂർ പഠിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയും പറയും അല്ലേ? ഇനി വേറൊരു സ്ട്രക്ചർ നോക്കാം. ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവന് പഠിക്കുകയായിരുന്നു. ഇത് വേറൊരു സിറ്റുവേഷനാണ്. നാളെ ഈ സമയത്ത് ഞാൻ പഠിക്കുകയായിരിക്കും. ഓക്കെ, ഈ 4 സ്ട്രക്ചേഴ്സിൻ്റെ പ്രത്യേകത ആദ്യം നമ്മൾ നോക്കും. സോ നമ്മൾ വേർബിന് 4 ഫോം ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മെയിനായിട്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? ബേസ് ഫോം, പാസ്റ്റ് ഫോം,
ING ഫോം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓരോന്നിൻ്റെ യൂസേജ് ആണ് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ING ഫോമിൻ്റെ യൂസേജസ് ആണ് പഠിക്കുന്നത്. ING ഫോം അല്ലെങ്കിൽ വേർബിൻ്റെ കണ്ടിന്യൂസ് ഫോം എന്നൊക്കെയാണ് ഇതിനെ പറയാം. പ്രോഗ്രസീവ് ഫോം എന്ന് പറയാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയാം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നമ്മൾ ജസ്റ്റ് സിംപ്ലി ING ഫോം എന്ന് മനസ്സിലാക്കുക. സോ വേർബിൻ്റെ ING ഫോമിൻ്റെ ഡിഫറെൻറ്റ് യൂസേജസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുക. സോ ING ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ING ഫോം എപ്പോഴും ഒരു കണ്ടിന്യൂറ്റിനെയാണ് കാണിക്കുക, അതായത് ഒരു തുടർച്ചയെ. തുടർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സമയത്ത് തുടങ്ങി അതിങ്ങനെ പ്രോഗ്രസ് ചെയ്തു വേറൊരു സമയത്ത് വന്ന് അവസാനിച്ചു. സോ ഈ തുടർച്ച 3 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ ഈ തുടർച്ച എന്ന് പറയുന്നത് 3 രീതിയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ 4 രീതിയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 4 സെൻറ്റൻസ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതെന്താണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം നോക്കാം നമുക്ക്. അപ്പം അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് ഈ പഠിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതാണല്ലോ അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം, അല്ലേ? അപ്പം അവൻ SBIയിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ SBIയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, SBIയിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാം? അവൻ SBIയിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറയാം, അല്ലേ? സോ ഇതൊരു ടൈപ്പ് കണ്ടിന്യൂഷൻ ആണ്. എന്ത്? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കണ്ടിന്യൂഷൻ, അല്ലേ? അപ്പം നേരത്തെ തുടങ്ങി നമ്മൾ പറയുന്ന സമയത്തും ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, അത് കണ്ടിന്യൂഷനിലാണ്. സോ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ഒരു കാര്യം പഠിക്കുകയാണ്, ഉറങ്ങുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന സമയത്ത് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അവിടെ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം. കാരണം അതൊരു കണ്ടിന്യൂവേഷനെ അത് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം അവൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠനം കഴിഞ്ഞു എന്നാണോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല, അല്ലേ? അത് കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം, അല്ലേ? അവിടെ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഈ പഠിക്കുകയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇനി ഇവിടെ നോക്കൂ, അവൻ 2 മണിക്കൂറായി പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ അവൻ എത്ര സമയമായിട്ട് പഠിച്ചു ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര മണി മുതൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ കാര്യമൊന്നും പറയുന്നില്ല, ജസ്റ്റ് സിംപ്ലി അവൻ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഈ സെൻറ്റൻസിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അവൻ 2 മണിക്കൂറായി പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ 4 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്, പഠിക്കുകയാണ്. അവൻ 4 മണി മുതൽ പഠിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര സമയമായിട്ട് അവൻ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയം മുതൽ എപ്പോൾ മുതലാണ് അവൻ അത് ചെയ്തു തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു സ്ട്രക്ചറാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത് വേറൊരു സ്ട്രക്ചറിലാണ് പറയുക. അതുകൊണ്ടാണ് ഇതിന് വേറൊരു സെപ്പറേറ്റ് ആയിട്ടൊരു സാധനം എടുക്കുന്നത്. ഇവിടെയും നമ്മൾ ഒരു ആക്ഷൻ ഇൻ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയിലാണ്, അല്ലേ? അതുകൊണ്ട് ഇവിടെയും നമ്മൾ ഏത് യൂസ് ചെയ്യണം? ING ഫോം ഒക്കെ കണ്ടിന്യൂവേഷനെ കാണിക്കാനാണ്, തുടർച്ചയെ കാണിക്കാനാണ് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു തരം തുടർച്ചയാണ്. ഇപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? എത്ര സമയമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോൾ മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. ഇതും കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇത് അങ്ങനെയൊന്നും പറയുന്നില്ല, ജസ്റ്റ് അവൻ പഠിക്കുകയാണെന്ന് പറയാണ്. ഇതും കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അവിടെയൊക്കെ നമ്മൾ ING ഫോം യൂസ് ചെയ്യണം. ഇനി ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയാണ്, ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു. എന്താണ്? ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു. ആ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം അവൻ പഠിക്കുകയാണോ അല്ലേ എന്ന് നമുക്കറിയില്ല, അല്ലേ? ഇപ്പോൾ അവൻ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ വിളിച്ച സമയത്ത് അവൻ എന്ത് ചെയ്യായിരുന്നു? പഠിക്കുകയായിരുന്നു. സോ ആ കണ്ടിന്യൂവേഷൻ, ആ ഒരു തുടർച്ച എവിടെയാണ് സംഭവിക്കുന്നത്? ഇപ്പോഴല്ല, മുമ്പാണ്, അതായത് പാസ്റ്റിലാണ്. അപ്പോൾ പാസ്റ്റിലുള്ള ഏതോ ഒരു സമയത്ത് അവൻ പഠനം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിളിച്ച സമയത്ത് അവൻ്റെ ആ പഠനം എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്, അല്ലേ? പിന്നെ അവനത് നിർത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവാം. നൺ ഓഫ് അവർ ബിസിനസ്, നമ്മളത് ഇതിൽ പറയുന്നില്ല. സോ ഇത് എവിടുത്തെ തുടർച്ചയാണ്? ഇപ്പോഴത്തെ തുടർച്ചയല്ല, മുമ്പത്തെ തുടർച്ചയാണ്. അതായത് പാസ്റ്റിലുള്ള ഒരു തുടർച്ചയാണ്, ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. പക്ഷേ ഈ സംഭവം നടന്നത് എപ്പോഴാണ്? പാസ്റ്റിലാണ്. അപ്പോഴാണ് നമ്മൾ
പഠിക്കുകയായിരുന്നു എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ഞാൻ കണ്ടപ്പോൾ അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ TV കാണുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, കുറച്ച് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു എന്നാണ് ഈ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? സോ അതും ഒരു തരം കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷേ എന്ത് കണ്ടിന്യൂഷൻ അല്ല? ഇപ്പോഴത്തെ കണ്ടിന്യൂഷൻ അല്ല, പാസ്റ്റിലെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അതും കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ING ഫോം യൂസ് ചെയ്ത് പറയണം. പക്ഷേ അതിന് വേറൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇനി വേറൊരു തരം കണ്ടിന്യൂഷൻ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. അതായത് നാളെ ഈ സമയത്ത് ഞാൻ പഠിക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നാളെ ഈ സമയത്ത് ഞാൻ പഠിക്കുകയായിരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഒരു 8 മണിക്കോ 10 മണിക്കൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയാം, ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ 10 മണിക്ക് നിന്നെ വിളിക്കാം. നാളെ 10 മണിക്ക് വിളിക്കണ്ട, നാളെ 10 മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും. അങ്ങനെ നമ്മൾ പറയാറില്ല. നമ്മൾ ഒരു കൊളോക്കിയൽ ടോക്കിൽ പറയുന്ന സ്ട്രക്ചേഴ്സാണ്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഇതെന്തോ ഒന്ന് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇതെന്ത് തന്നെയാണ് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്. ഇതിനെ കറക്റ്റായിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സെപ്പറേറ്റ് എടുത്തിട്ടൊന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. സോ നാളെ ഈ സമയത്ത് ഞാൻ പഠിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നാളെ 10 മണി എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? ഞാൻ പഠിക്കുക എന്ന പ്രോസസ്സിലായിരിക്കും. അപ്പോൾ 10 മണിൻ്റെ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും, 10 മണിക്കും ആ സംഭവം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് എപ്പോഴാണ്? ഇപ്പോഴും അല്ല, പാസ്റ്റിലും അല്ല, മുമ്പും അല്ല. എപ്പോഴാണ്? ഫ്യൂച്ചറിലാണ്, നാളെയാണ് അല്ലേ. അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ എൻ്റെ പുതിയ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരിക്കും എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയിട്ടില്ല, പക്ഷേ അത് ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്ന ഒരു സംഭവമാണ് അല്ലേ. സോ അങ്ങനെ ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ചെയ്യുകയായിരിക്കും എന്ന് പറയാം. എന്ത് പറയാ? ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇവിടെയും അത് ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് അവിടെയും നമ്മൾ കണ്ടിന്യൂസ് ഫോം ആയിട്ടുള്ള ING ഫോം യൂസ് ചെയ്യണം. ഓക്കെ. ഇനി നോക്കുക നിങ്ങൾ, ഇത് ഇപ്പോൾ നടക്കുന്ന കണ്ടിന്യൂഷനാണ്. ഉറങ്ങുകയാണ്, കുടിക്കുകയാണ്, കളിക്കുകയാണ് എന്ന് പറയുന്നത്. അതേപോലെ 2 മണിക്കൂറായി കളിക്കുകയാണ് അല്ലെങ്കിൽ 4 മണി മുതൽ പഠിക്കുകയാണ് എന്ന് പറയുന്നതും ഇപ്പം നടക്കുന്ന കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷനൊക്കെ പറയുന്നുണ്ട്. അതും ഇപ്പം നടക്കുന്ന കണ്ടിന്യൂഷനാണ്. ഇനി ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു, ഒരു കാര്യം പഠിക്കുകയായിരുന്നു, കുളിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂഷനാണ്. പിന്നെ ഞാൻ ചെയ്യുകയായിരിക്കും, അവന് ഇപ്പം പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാളെ അടുത്ത ആഴ്ച അടുത്ത തിങ്കളാഴ്ച ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുകയായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂഷനാണ് അല്ലേ. സോ അപ്പം നമ്മൾ ഇതിനെല്ലാത്തിനും ING ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ING ഫോമിനോട് കോമ്പിനേഷനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വേർബിന് കൃത്യമായ മീനിങ് കിട്ടാൻ അതിനോട് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു? ഓക്സിലറി വേർബ്സ്. വെരി ഗുഡ്. സോ അതുകൂടി ഇതിനോട് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മീനിങ്സ് കറക്റ്റായിട്ട് കിട്ടുക. സോ ഒരു കാര്യം ചെയ്യുകയാണ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂഷനെ സൂചിപ്പിക്കാൻ, കുളിക്കുകയാണ്, കളിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ING ഫോമിനോട് കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്സ് ആണ് ഈസ്, ആർ, ആം എന്ന് പറയുന്നത്. ഈ 3-4 ഓക്സിലറി വേർബും അതിനോടുകൂടെ ING ഫോമും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ, ഇത് 3നും ഒരേ മീനിങ് ആണ്, പക്ഷേ ഇത് ഓരോന്നും ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഈസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ളതാണ്. അതായത് അവൻ, അവൾ, രാഹുൽ, രമ്യ, ഇങ്ങനെ ഒരാൾ മാത്രമാണെങ്കിൽ. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലോ അത് പ്ലൂറലാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ദേ, വി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആർ എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ് യൂസ് ചെയ്യുക. ഒരേ മീനിങ് തന്നെയാണ്, സബ്ജക്റ്റിനനുസരിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ആം എന്ന് പറയുന്നത് ഐ സബ്ജക്റ്റ് ആകുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. സോ ഇതിലേതെങ്കിലും ഒന്നും ഒരു ING ഫോമും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുകയാണ്. അതായത് ഇപ്പം അവൻ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി അത് വരുന്നത്? ഹി ആയതുകൊണ്ട് ഈസ് ആണ് യൂസ് ചെയ്യുക.
ഈസി യൂസ് ചെയ്യാൻ കാരണം ചെയ്യുകയാണ്, അതായത് ഇപ്പൊ നടക്കുന്നതായതുകൊണ്ടാണ്. ഹി ഈസ് സ്റ്റഡിയിങ്. അപ്പോൾ ഈ സ്റ്റഡിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുകയാണ് എന്നാണ്. ഇനി അവൻ കളിക്കുകയാണെന്നാണെങ്കിൽ ഈസ് പ്ലേയിങ്. മനസ്സിലായില്ലേ? ING ഫോമും ഈസും. ഇനി അവർ നടക്കുകയാണ്, എങ്ങനെ പറയാം? അവർ നടക്കുകയാണ്. അവർ ആയതുകൊണ്ട് ദേ എന്നാണ് അല്ലേ? ദേ പ്ലൂറൽ ആണ്. അപ്പൊ ഏത് യൂസ് ചെയ്യണം? ആർ യൂസ് ചെയ്യണം. സോ ദേ ആർ, സബ്ജക്റ്റ് ഞാൻ എഴുതുന്നില്ല, ദേ ആർ വാക്കിംഗ്. അവര് നടക്കുകയാണ് അല്ലേ? ഇനി ഞാൻ കുക്ക് ചെയ്യുകയാണ്. സോ അവിടെ സബ്ജക്റ്റ് ആരാണ്? ഐ ആണ്. അപ്പൊ ഏത് യൂസ് ചെയ്യണം? ആം യൂസ് ചെയ്യണം. സോ I am cooking. മനസ്സിലായല്ലോ? സോ ഈസ് ആർ ആം പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു കാര്യം ചെയ്യുകയാണ് എന്നാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. അപ്പൊ അവൻ 2 മണിക്കൂറായി പഠിക്കുകയാണ്, അല്ലെങ്കിൽ 4 മണി മുതൽ പഠിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് വ്യത്യാസം? ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക. സോ പഠിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈസ് ആം ആർ യൂസ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇംഗ്ലീഷിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഒരു ടൈം ഫ്രെയിം പറയുന്നത്, ഇപ്പോൾ ഇത്ര മണിക്കൂറായി, ഇപ്പോൾ 2 മണിക്കൂറായി, അല്ലെങ്കിൽ 2 ആഴ്ചയായി എന്നൊക്കെ പറയൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ? അവിടെയാണ് നമ്മൾ ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അതായത് ഫോർ 2 വീക്സ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയായി, അല്ലെങ്കിൽ ഫോർ 6 hours 6 മണിക്കൂറായി. ഇങ്ങനെയൊക്കെ ആ ഒരു മൊത്തം ഡ്യൂറേഷൻ്റെ അളവ് എഴുതുകയാണെങ്കിൽ അങ്ങനെ. ഇനി ഇത്ര മണി മുതൽ എന്ന് പറയുകയാണെങ്കിലോ അവിടെയാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. സിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ സിൻസ് 4 o'clock 4 മണി മുതൽ, അല്ലെങ്കിൽ സിൻസ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ. ഇങ്ങനെ ഒരു നിശ്ചിത സമയം മുതൽ എന്ന് പറയാൻ സിൻസോ, അല്ലെങ്കിൽ ഇത്ര സമയമായി, ഇത്ര ആഴ്ചയായി, ഇത്ര വർഷമായി, അവൻ 8 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ 4 ആണ്. ഫോർ 8 years 8 വർഷമായി. ഫോർ 2 weeks 2 ആഴ്ചയായി. ഫോർ 6 hours 6 മണിക്കൂറായി. ഇങ്ങനെ ഈ സിൻസ് അല്ലെങ്കിൽ ഫോർ എന്നൊക്കെ ഇത്തരം സെന്റൻസുകൾ ഉണ്ടാവും. കാരണം എന്താണ്? ഒന്നുകിൽ നമ്മൾ അവിടെ ഒരു ടൈം ഡ്യൂറേഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയഡ് മുതൽ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം മുതൽ എന്ന് പറയുന്നുണ്ട്. സോ ആ മുതൽ എന്ന അർത്ഥത്തിൽ സിൻസോ അല്ലെങ്കിൽ ഫോറോ ഇത്തരം സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലൊരു സ്ട്രക്ചറിൽ പറയുന്നത് ഇംഗ്ലീഷിൽ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. സോ ഇവിടെ നിങ്ങൾ ING ഫോമിൻ്റെ കൂടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ്. അതൊക്കെ നമ്മുടെ നോട്ട്സിലുണ്ട്, കൃത്യമായിട്ട് അത് ഡയഗ്രാമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. ഇവിടെയും 2 എണ്ണം ഉള്ളത് ഒരേ യൂസേജ് തന്നെയാണ്, പക്ഷേ ഇവിടെയും സബ്ജക്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യണം. ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ്, ഹി, ഷീ, ഇറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ പിന്നെ ആളുകളുടെ പേര് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹാസ്. സിംഗുലർ ആണെങ്കിൽ ഹാവ് പ്ലൂറലിൻ്റെ കൂടെയും ഐൻ്റെ കൂടെയൊക്കെ, I, we, you, they ഒക്കെ ആണെങ്കിൽ ഹാവ് ബീൻ യൂസ് ചെയ്യുക. സോ ഇവിടെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ചേർക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതേ സ്ട്രക്ചർ തന്നെയാണ് കിട്ടുക, ചെയ്യുകയാണ് എന്ന് തന്നെയാണ് കിട്ടുക. പക്ഷെ അവിടെ എന്തായിരിക്കും? ഇന്ന സമയം മുതൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സമയമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് പറയണം. സോ നമ്മൾ 2 സ്ട്രക്ചറും കൂടി കമ്പയർ ചെയ്തിട്ടൊന്ന് നോക്കാം. ഏതുപോലെ ഇപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയാൻ ചെയ്യുകയാണ് എന്ന നോർമൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഹി ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? എന്നാൽ അടുത്ത സെന്റൻസ് നോക്കൂ, അവൻ 2 മണിക്കൂറായി ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ 4 മണി മുതൽ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ പഠിക്കുകയാണ് എന്ന് പറയാൻ സാധാരണ സ്ട്രക്ചർ പോരാ. അതെങ്ങനെയാ പറയാം? ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 2 hours 2 മണിക്കൂറായി, അല്ലെങ്കിൽ 4 മണി മുതൽ എന്നാണെന്നുണ്ടെങ്കിൽ സിൻസ് യൂസ് ചെയ്യണം. സിൻസ് 4 o'clock. കണ്ടോ? സോ ഇതുപോലെയാണ് പറയുന്നതെങ്കിൽ, ഇത്ര സമയം മുതൽ, അല്ലെങ്കിൽ ഇത്ര സമയമായി, അല്ലെങ്കിൽ ഇത്ര ആഴ്ചയായി എന്നാണ് പറയുന്നതെങ്കിൽ
ചെയ്യുകയാണ് എന്ന അർത്ഥം കിട്ടാൻ ഏത് യൂസ് ചെയ്യണം? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ing ഫോം യൂസ് ചെയ്യണം. വെറുതെ ഒരു കാര്യം ചെയ്യുകയാണ്, ഇരിക്കുകയാണ്, കിടക്കുകയാണ്, പഠിക്കുകയാണ്, വായിക്കുകയാണ് എന്നൊക്കെ ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ യൂസ് ചെയ്തിട്ട് പിന്നെ ing ഫോം യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു 1-2 കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി. ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് എന്താണ്? ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ എന്താണ് ആ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന ഒരു മീനിങ്, ഈ ആയിരുന്നു എന്ന ഈ മീനിങ് കൊടുക്കുന്നത് ആരാണ്? ഈ ing ഫോമിനോട് കൂടെ നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ, ഇവിടെയും രണ്ടിനും ഒരേ ഉപയോഗം തന്നെയാണ്. വാസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്, വേറ് പ്ലൂറൽ. ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സബ്ജക്റ്റും ഈ ഓക്സിലറി വേർബിൻ്റെ ഫോമൊക്കെ വളരെ ഇംഗ്ലീഷിൽ വളരെ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഈ പ്രശ്നം ഇംഗ്ലീഷിൽ കോമൺ ആയിട്ടുള്ളതാണ്. മലയാളത്തിൽ ആ പ്രശ്നമില്ല. ഓക്കെ, സോ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ing ഫോം ഈ ഒരു സ്ട്രക്ചറിൽ പറയുമ്പോൾ എന്ത് മീനിങ്ങാണ് നമുക്ക് കിട്ടുക? ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു, കുളിക്കുകയായിരുന്നു, TV കാണുകയായിരുന്നു, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വാസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ പഠിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ? ഹി വാസ് സ്റ്റഡിയിങ്. ഹി ആയതുകൊണ്ടാണ് വാസ് വരുന്നത് കേട്ടോ. ഹി വാസ് സ്റ്റഡിയിങ് വെൻ ഐ കോൾഡ്. ഞാൻ വിളിച്ചപ്പോൾ, അതങ്ങനെയാണ് പറയാം, വെൻ ഐ കോൾഡ്. ഇനി അവർ ഫുട്ബോൾ കളിക്കുക, ഞാൻ കണ്ടപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ദേ. അപ്പോൾ അവിടെ ദേ ആണ് അല്ലേ? ദേ വേർ പ്ലേയിങ്. സോ ദേ വന്നപ്പോൾ വേർ വന്നു കണ്ടില്ലേ? ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ വെൻ ഐ സോ. They were playing football when I saw. ഞാൻ കണ്ടപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന ഒരു സ്ട്രക്ചറിൽ പറയുമ്പോൾ നമ്മൾ വാസ് വേർ പ്ലസ് ing എന്നുവെച്ചാൽ ഈ വാസും വേറും വരുമ്പോഴാണ് ആ ആയിരുന്നു എന്ന ഒരു മീനിങ് വരുന്നത്. ഈസ് ആം ആർ വരുമ്പോൾ ആണ്, ചെയ്യുകയാണ് എന്ന മീനിങ് വരുന്നു. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ing ആണെങ്കിലും ചെയ്യുകയാണ് എന്ന മീനിങ് ആണ് വരിക. പക്ഷെ അത് എവിടെയാണ് യൂസ് ചെയ്യുക? ഒരു ഇന്ന സമയം മുതൽ അല്ലെങ്കിൽ ഇത്ര സമയമായി എന്ന് പറയാനാണ് യൂസ് ചെയ്യുക. ഇനി ഫ്യൂച്ചറിൽ നാളെ ഈ സമയത്ത് ഞാൻ പഠിക്കുകയായിരിക്കും. സോ അവിടെ ഒരു കാര്യം ചെയ്യുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു മീനിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന, ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ്സ് ഏതാണ്? വിൽ ബി ആണ്. ഏതാണ്? വിൽ ബി എന്ന് പറയുന്ന ഒരു ഓക്സിലറി ഇതാണ്, കോമ്പിനേഷനാണ്. എന്ത് ചെയ്യുക? ഏതിന് യൂസ് ചെയ്യുക? പഠിക്കുകയായിരിക്കും, അതായത് ചെയ്യുകയായിരിക്കും എന്നുണ്ട്. അതായത് നാളെ ഈ സമയത്ത് ഞാൻ പഠിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാം? എല്ലായിടത്തും സബ്ജക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് അല്ലേ? സോ ഐ വിൽ ബി. ഇത് സിംഗുലർ ആയാലും സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലൊക്കെ വിൽ ബി യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഷാൾ ബി ഒന്നും ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ഐ വിൽ ബി studying. I will be studying tomorrow. നാളെ. At this time. ഈ സമയത്ത് നാളെ ഞാൻ പഠിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവൻ ഇപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരിക്കും. എങ്ങനെ പറയാം? ചെയ്യുകയായിരിക്കും എന്ന് പറയാനുള്ളതൊക്കെ വിൽ ബി ഉപയോഗിച്ചിട്ട് പറയാം. സോ he will be attending the meeting now. സോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുകയായിരിക്കും. അപ്പോൾ ചെയ്യുകയായിരിക്കും എന്ന മീനിങ് കിട്ടാൻ ഏതാണ്? വിൽ ബി പ്ലസ് ing. സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് ഒറ്റ ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 4 സ്ട്രക്ചറാണ് പഠിച്ചത് അല്ലേ? ഒന്ന്, ചെയ്യുകയാണ്, ഒരു കാര്യം, എന്തോ ഒരു കാര്യം ചെയ്യുകയാണ്, കുളിക്കുകയാണ്, പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സ്ട്രക്ചർ. അത് ഇംഗ്ലീഷിൽ കിട്ടാൻ ഈസ് ഓർ ആം ഓർ ആർ സബ്ജക്റ്റിനനുസരിച്ച് പ്ലസ് ing. സോ ഈ ആണ്, ആകുന്നു എന്നൊക്കെ ഉള്ള മീനിങ് കൊടുക്കുന്നത് ഇവരാണ്.
അല്ലേ? അപ്പോൾ അത് ഒരു സ്ട്രക്ചർ. പിന്നെ ചെയ്യുകയാണ് എന്ന് തന്നെയാണ്, പക്ഷേ ഏതെങ്കിലും ഒരു സമയം മുതൽ സിൻസ് അല്ലെങ്കിൽ ഫോർ യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING, അപ്പോഴാണ് ആ സ്ട്രക്ചർ കിട്ടുക. ഇനി ചെയ്യുകയായിരുന്നു, ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING, ചെയ്യുകയായിരുന്നു. ഇനി ചെയ്യുകയായിരിക്കും, ഇതിൻ്റെ ഒക്കെ ഒരുപാട് ട്രാൻസ്ലേഷൻ മലയാളം സെൻറ്റൻസസ് നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സ്ഡ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് ചെയ്യുകയായിരിക്കും എന്ന സ്ട്രക്ചർ ആയിരിക്കും, ഒന്ന് ചെയ്യുകയാണ് എന്നതിൻ്റെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ആയിരിക്കും. മലയാളത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അതിനെ നിങ്ങൾ നോക്കി ഇത് ഏതിൽ വരുന്ന നോക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തെറ്റായിട്ട് എഴുതിയ കുറേ സെൻറ്റൻസസ് ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ഓക്സിലറി വേർബ്സ് ഒക്കെ തന്നിട്ട് അതിൽ പ്രോപ്പറായിട്ടുള്ളത് ആ സെൻറ്റൻസ്, ഇംഗ്ലീഷ് സെൻറ്റൻസ് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, സോ ചെയ്യുകയായിരിക്കും എന്നുള്ളതിന് നമ്മൾ വിൽ ബി പ്ലസ് ING. ഇനി നമുക്ക് ചെറിയൊരു ട്രാൻസ്ലേഷൻ എക്സാമ്പിൾ നോക്കാം. ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ TV കാണുകയായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഒരാളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ വരുന്നൊരു സ്ട്രക്ചറാണത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ TV കാണുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ TV കാണുകയായിരുന്നു. ഇത് നമ്മൾ ഏത് സ്ട്രക്ചറിൽ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ TV കാണുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് സ്ട്രക്ചറിലാണ് വരിക? ചെയ്യുകയായിരുന്നു, വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING ആണ്. സോ ദേ വേർ, അവർ TV കാണുകയായിരുന്നു. ദേ വേർ വാച്ചിങ് TV വെൻ ഐ റീച്ച്ഡ് ദർ, ഞാൻ അവിടെ എത്തിയപ്പോൾ. സോ ഇങ്ങനെ നമ്മൾ പറയുന്ന സ്ട്രക്ചർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ അവൾ 2 ആഴ്ചയായിട്ട് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ 2 ആഴ്ചയായിട്ട് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? സോ ജസ്റ്റ് നോക്കാം എന്താ ഈ പറയുന്നതെന്ന്. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു കാര്യം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് 2 സ്ട്രക്ചർ ഉണ്ട്. ഒന്നുകിൽ ഈസ്, ആം, ആർ ഉപയോഗിച്ച് ചെയ്യുകയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ഉപയോഗിച്ചിട്ടും ചെയ്യുകയാണെന്ന് പറയാം. സോ ഇതിൽ ഏത് യൂസ് ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ എന്ത് പറയുന്നുണ്ട്? അവൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. നേരെ മറിച്ച് ഇവിടെ എന്ത് പറയുന്നുണ്ട്? 2 ആഴ്ചയായിട്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഇത് യൂസ് ചെയ്യണം. സോ അവളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഷീ, സബ്ജക്റ്റ് ആദ്യം എഴുതണം. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഏത് യൂസ് ചെയ്യണം? ഷീ ആയതുകൊണ്ട് ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ. പിന്നെ എന്താണ് വേർബ്? പ്രിപ്പയറിങ്. ഷീ ഹാസ് ബീൻ പ്രിപ്പയറിങ് ഫോർ PSC എക്സാം. 2 ആഴ്ചയായി എന്നെങ്ങനെ പറയാം? ഫോർ ടു വീക്സ് അല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ അവൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് എങ്ങനെ പറയാം? ഷീ ഹാസ് ബീൻ പ്രിപ്പയറിങ് ഫോർ PSC എക്സാം സിൻസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച മുതൽ അവൾ PSC എക്സാമിന്. സോ ഇവിടെ ചെയ്യുകയാണ് എന്നാണ് പറയുന്നതെങ്കിലും അത് പറയാൻ 2 സ്ട്രക്ചർ ഉണ്ട്. ഒന്ന് ഈസ്, ആം, ആർ, അല്ലെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ. ഇനി ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ ഡൽഹിക്ക് പോവുകയായിരിക്കും. സോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അവിടെ വേർബ് എങ്ങനെയാണ് പറയുന്നത്? കാര്യം ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത്. ചെയ്യുകയായിരിക്കും എന്ന് എങ്ങനെയാണ് പറയുക? വിൽ ബി വെച്ചിട്ടാണ് പറയുക. സോ വി വിൽ ബി, ഞങ്ങളാണല്ലോ പോകുന്നത്. സോ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ ഡൽഹിക്ക് പോവുകയായിരിക്കും. സോ വി വിൽ ബി ഗോയിങ് ടു ഡൽഹി നെക്സ്റ്റ് മൺഡേ. അടുത്ത മൺഡേയിൽ ഞങ്ങൾ ഡൽഹിക്ക് പോവുകയായിരിക്കും. സോ ഇങ്ങനെ ചെയ്യുകയായിരിക്കും എന്ന് പറയുന്ന സ്ട്രക്ചർ ആണെങ്കിൽ വിൽ ബി പ്ലസ് ING. ചെയ്യുകയായിരുന്നു എന്നാണെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് ING. പിന്നെ ചെയ്യുകയാണ് എന്നുള്ള 2 വേരിയേഷൻസിന് ഈ 2 സ്ട്രക്ചർ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇതിൽ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ ചില സെൻറ്റൻസുകളിൽ എന്തുണ്ടാവില്ല, വേർബ് ഇല്ലാത്ത സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ വേർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും എന്ന് പറയണമെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും. സോ അവിടെയും നമ്മൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവിടെ എന്തില്ല, വേർബില്ല. അതിൽ ആ സെൻറ്റൻസിൽ വേർബ് ഉണ്ടാവും. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും, അതിൽ വേർബ് ഉണ്ടാവും. അതിൽ വേർബ് ഏത് തന്നെയാണ്, ഈ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വേർബ്. വേറെ മെയിൻ വേർബ് എന്ന് പറയുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡൊന്നുമില്ല. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, വിൽ ബി മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഹി വിൽ ബി എ പോലീസ് ഓഫീസർ. സോ ഇങ്ങനെ മെയിൻ വേർബ് ഇല്ലാത്ത സിറ്റുവേഷൻ വരും എന്ന് പറയുകയാണ് ഞാൻ. സോ ഹി വിൽ ബി എ പോലീസ് ഓഫീസർ. സോ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും. സോ ഈ വിൽ ബി വന്നതുകൊണ്ടാണ് ഈ ആയിരിക്കും എന്ന മീനിങ് അവിടെ വന്നത്. മനസ്സിലായല്ലോ? സോ ഹി വിൽ ബി എ പോലീസ് ഓഫീസർ. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും. അല്ലെങ്കിൽ അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു എന്നെങ്ങനെ പറയാം, അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു. സോ അവിടെ എന്തില്ല, മെയിൻ വേർബില്ല, എന്തെങ്കിലും ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡില്ല. സോ അപ്പോൾ അവിടെ അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു. സോ ആ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ വേർബായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആയിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ വാസ് അല്ലെങ്കിൽ വേർ വെച്ചിട്ടാണ് അല്ലേ. ING ഫോമിൻ്റെ കാര്യം ഇതിൽ വരുന്നില്ല, കാരണം അതിൽ മെയിൻ വേർബ് ഇല്ലാത്തതുകൊണ്ട്. സോ അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു എന്ന് എങ്ങനെ പറയാം, ഷീ വാസ് മൈ നെയ്ബർ. അവൾ എൻ്റെ അയൽവാസി ആയിരുന്നു. സോ ഈ ആയിരുന്നു എന്ന് പറയുന്നത് ഈ വാസ്, ഇനിയിപ്പോൾ ദേ ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ വേർ വെച്ചിട്ടാണ് ഈ ആയിരുന്നു എന്ന് പറയുന്നത്. ഇനി ആണ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് എൻ്റെ കാറാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, ഒരു ആക്ഷൻ വേർഡ് ഇല്ല അല്ലേ, എന്തില്ല, ഒരു മെയിൻ വേർബ് ഇല്ല. അപ്പോൾ അവിടെ ആ ആണ് എന്ന് പറയുന്നത് തന്നെ ഒരു വേർബായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അഥവാ ഈ ഓക്സിലറി വേർബ് തന്നെ മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യും. അപ്പം ദിസ് ഈസ് മൈ കാർ, ദിസ് ഈസ് മൈ കാർ. സോ അവിടെയുള്ള ഈ ഈസ് ആണ് എന്താക്കുന്നത്, ഇതെൻ്റെ കാറാണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെയുള്ള മീനിങ് കൊടുക്കുന്നത്. അത് പിന്നെ ഇപ്പോൾ ഹി ഈസ് മൈ അല്ലെങ്കിൽ ദേ ആർ മൈ ഫ്രണ്ട്സ്. അവർ ഇപ്പോൾ ദേ ആണെങ്കിൽ ആറ്, പ്ലൂറൽ ആണെങ്കിൽ ആറ് യൂസ് ചെയ്യണം, ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്യണം. ഇതിനൊക്കെ ഏത് മീനിങ് തന്നെയാണ്, ഈ ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന മീനിങ് തന്നെയാണ്. സോ ഇങ്ങനെ ചില സെൻറ്റൻസുകളിൽ മെയിൻ വേർബ് ഇല്ലെങ്കിൽ അപ്പോൾ ING ഫോം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇത് മാത്രം പറഞ്ഞാൽ മതി. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന മീനിങ് കൊടുക്കുന്നത് ഈസ് ആം ആർ ആണ്. അതുപോലെ ആയിരുന്നു എന്ന മീനിങ് കൊടുക്കുന്നത് വാസ് വേർ ആണ്. ആയിരിക്കും എന്ന മീനിങ് കൊടുക്കുന്നത് വിൽ ബി ആണ്. സോ ദിസ് ഈസ് മൈ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ കാറാണെന്നാണ്. ദിസ് വാസ് മൈ കാർ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കാറായിരുന്നു എന്നാണ്. ഇപ്പോൾ എൻ്റെ കാറല്ല, ഇത് എൻ്റെ കാറായിരുന്നു. അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി മൈ കാർ, അത് എൻ്റെ കാറായിരിക്കും. സോ വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും എന്ന മീനിങ് ആണ് കിട്ടുക. വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്ന മീനിങ് ആണ് കിട്ടുക. വേർബിനോട് കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ ചെയ്യുകയായിരിക്കും എന്നാണ്, വേർബ് ഇല്ലാതെ പറയുമ്പോൾ ആയിരിക്കും എന്നാണ്. മനസ്സിലായല്ലോ? ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ നോട്ട്സിൽ ഇതിൻ്റെ കറക്റ്റായിട്ട് ഈ 4 എണ്ണത്തിൻ്റെയും ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മലയാളം, ഒരു 10-25 മലയാളം സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഒക്കെ മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഏത് സ്ട്രക്ചറിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തെറ്റായ ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സെൻറ്റൻസുകളും ഉണ്ട്. സോ ഇതെല്ലാം പഠിക്കുക, ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ എക്സസൈസുകളൊക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. ഒന്നുകിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, ചാനലിനെ പറ്റി കമൻറ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. എല്ലാവർക്കും നോട്ട്സിൻ്റെ ലിങ്ക് കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും റിപ്ലൈ ആയിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഫോർമാറ്റിലുള്ള നോട്ട് കിട്ടും. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വെക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ വായിച്ച് ക്ലോസ് ചെയ്യാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഈ ലിങ്ക് നോക്കിയാൽ മതി. ഓക്കെ, എല്ലാവരും ചാനലിൻ്റെ ലിങ്കൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.